ഏത് പരീക്ഷയിലും വളരെ പെട്ടെന്ന് സിമ്പിളായി പരീക്ഷ എഴുതി വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു അമലിനെ കുറിച്ചാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പൊതുപരീക്ഷ അടുത്ത് വരികയാണ്. SSLCയും +2വും വളരെ വൈകാതെ നമ്മിലേക്ക് വരുന്നു. ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാമുകൾ നമ്മിലേക്ക് വരുമ്പോൾ പല രൂപത്തിലുള്ള എക്സാമുകൾ വരുന്നുണ്ട്. ഏത് എക്സാം ആണെങ്കിലും അത് വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ജയിക്കണം. ഞാനൊരു വഴി പറഞ്ഞു തരാം. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കും. ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഇതിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ആദ്യമേ അഡ്വാൻസായി പറയുന്നു, ഞാൻ പറഞ്ഞതല്ല. ഇത് മഹാന്മാർ നിർദ്ദേശിച്ചു തന്ന ചില നിർദ്ദേശങ്ങളാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഓരോ ഘട്ടം ഘട്ടമായാണ് പറയുന്നത്. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, പരീക്ഷയുള്ള ദിവസങ്ങളിൽ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും, അതായത് പരീക്ഷയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ തലേ ദിവസമൊക്കെ അടക്കം, അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്തുൻ നശ്റഹ്, അലം നശ്റഹ് എല്ലാവർക്കും അറിയാം എന്ന സൂറത്ത് 7 തവണ ഓതി നെഞ്ഞിൽ ഊതുക. ഓരോ ഫർള് നിസ്കാരം കഴിയുമ്പോഴും 7 തവണ അലം നശ്റഹ് ഓതി നെഞ്ചിൽ ഊതുക. ഞാൻ ഇത് അവസാനം പറയുന്ന ചില കാര്യങ്ങൾ കൂടി ഇതിനോട് കൂടെ ശ്രദ്ധിക്കണം, എന്നാലാണ് ഇത്രയും ഫലമുണ്ടാവുക. നോക്കൂ, നിങ്ങൾ പരീക്ഷയുള്ള ദിവസങ്ങളിൽ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം അലം നശ്റഹ് ഓതി നെഞ്ഞിൽ ഊതുക. 1. രണ്ടാം ഘട്ടം, പരീക്ഷയുള്ള ദിവസങ്ങളിൽ ഉറങ്ങുന്നതിന് മുൻപ് സൂറത്തുൽ വാഖിഅ 11-12 ആയത്തുകൾ, സൂറത്തുൽ വാഖിഅയിലെ 11-12, സൂറത്തുൽ വാഖിഅ എല്ലാവർക്കും അറിയാം, മറിച്ച് നോക്കിയാൽ കിട്ടും നിങ്ങൾക്കൊക്കെ. അതിലെ 11-ാമത്തെയും 12-ാമത്തെയും ആയത്ത് 11 തവണ വീതം ഓതണം. 11-12 ആയത്തുകൾ ഒരു തവണ ഓതുന്നു, പിന്നെയും 11-12 ആയത്ത് രണ്ടാം തവണ, 11-12 ആയത്തുകൾ മൂന്നാം തവണ, വസാബിഖൂന വസാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അന്നത്തെ ദിവസം, ആ പരീക്ഷയുടെ ദിവസം, തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ 11 സ്വലാത്തെങ്കിലും ചൊല്ലുക. ചുരുങ്ങിയത് തഹജ്ജുദ് നിസ്കരിക്കാൻ മറക്കരുതേ. അന്നത്തെ ദിവസം തഹജ്ജുദ് നിസ്കരിച്ച് നബിയുടെ മേൽ 11 സ്വലാത്ത്, ഏതെങ്കിലും സ്വലാത്ത്, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നാരിയത്ത് സ്വലാത്ത്, താജു സ്വലാത്ത്, ഒരുപാട് സ്വലാത്തുകളുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത് പ്രധാനപ്പെട്ട സ്വലാത്താണ്. ഏത് സ്വലാത്തും നമുക്ക് ചെല്ലാം. മൂന്നാമത്തത് അതാണ് ചെയ്യേണ്ടത്. നാലാമത്തത് ഞാൻ പറയട്ടെ, നിങ്ങൾ തയ്യാറാണെങ്കിൽ എനിക്ക് കേട്ടാൽ മതി, കാരണം ഇതൊക്കെ ചെയ്യണം. പരീക്ഷ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആയത്ത് ചൊല്ലിയതിനു ശേഷം പ്രവേശിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കയ്യിലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും കടലാസിലോ മറ്റൊക്കെ എഴുതി കൊണ്ടുപോകാം, അല്ലെങ്കിൽ കാണാതെ പഠിക്കാം, ഒക്കെ ചെയ്യാം. വളരെ ചെറിയൊരായത്താണ്. പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് അല്പം മുമ്പ് വഖുർ റബ്ബി, സൂറത്തുൽ ഇസ്രായിലെ 80-ാമത്തെ ആയത്താണ്. വഖുർ റബ്ബി അദ്ഖിൽനി എന്ന് തുടങ്ങുന്ന ആയത്ത്, സുൽത്താൻ നസീറ എന്നാണ് അതിൻ്റെ അവസാനം. ഈ ആയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിർബന്ധമായും ഇത് ആളിലേക്ക് കയറുന്നതിന് മുൻപ് ചെയ്യുക. ഇനി 6-ാമത്തെ ഘട്ടം, 6-ാമത് നിങ്ങൾ ചെയ്യേണ്ടത്, ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലുക. ചോദ്യ പേപ്പർ നമ്മൾ എക്സാമിന് വരുന്ന എക്സാം നോക്കാൻ വരുന്ന ആ ഇൻവിജിലേറ്ററുടെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങിയാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 6-ാമത്തെ കാര്യം, ഉത്തരം എങ്ങാനും കിട്ടാതിരുന്നാൽ, മറക്കുകയോ ചെയ്താൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഉത്തരം കിട്ടാതിരിക്കുകയോ പഠിച്ചിട്ടുണ്ട് പക്ഷെ കിട്ടുന്നില്ല എങ്കിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ചൊല്ലുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ചൊല്ലുക. പിന്നെ 7-ാമത്തെ ഒരു കാര്യം, ആൻസർ പേപ്പർ കൊടുക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത് എന്ന് ചൊല്ലുക. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യാം. വളരെ സിമ്പിളാണല്ലോ. ഒരു 7 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് വിജയമുണ്ടാകും. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഇത് മാത്രം ചെയ്തിട്ട് പഠിക്കാതെ ഒരു കുട്ടി പോയാൽ വിജയിക്കുക. അത്തരക്കാരോട് ഈ വർത്താനമേ ഇല്ല. ഞാൻ പറഞ്ഞത് പഠിക്കുന്ന, നന്നായി പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുന്നു പല കുട്ടികൾ തോൽക്കാറുണ്ട്, മാർക്ക് കുറയാറുണ്ട്. പക്ഷെ അത്തരം അവസ്ഥ നമുക്ക് വരില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ, അത് തീർച്ചയായും നമ്മൾ ചെയ്യണം.
ജോലിക്ക് പോകാതെ ഭക്ഷണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരുന്നാൽ കിട്ടുമോ? ഇല്ലല്ലോ. പക്ഷെ അത് പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള കലാവ് വേറെ ഉണ്ടാകും, അത് വേറെ വിഷയമാണ്. പക്ഷേ ഞാൻ പറയുന്നത് പഠിക്കൽ നമ്മുടെ ഉത്തരവാദിത്തം, അത് നമ്മൾ ചെയ്യണം. ഞാൻ പഠിക്കണം, പഠിക്കുന്നതോടുകൂടി ഇതുകൂടി ചെയ്താൽ വലിയ വിജയമുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നിങ്ങൾ ഉണ്ടാവണം. മഹാന്മാർ പറഞ്ഞ വലിയൊരു അറിവല്ലേ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.